555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല, പേഴ്സണൽ റീഡിംഗ് ആണല്ലോ, അപ്പോൾ അതിന് പേയ്മെന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടോ, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഈ വ്യക്തി എന്തെങ്കിലും മറക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി നോക്കാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ലവ് മെസ്സേജസും നമ്മൾ എടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സം വന്നിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, ഒന്നില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിരിക്കാം, ആഴ്ചകളായിരിക്കാം, മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം, നിങ്ങൾ തമ്മിൽ മര്യാദക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോറി, മൈ ത്രോട്ട് ഈസ് നോട്ട് വെൽ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സിറ്റുവേഷനിലൂടെയാണ്, ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ രണ്ടു പേർക്കും മര്യാദക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, മര്യാദക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുന്നില്ല, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ആ വ്യക്തിയിലേക്ക് എത്തുന്നില്ല. ഇത്രയും ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങളായാലും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയാലും, യു ബോത്ത് ആർ നോട്ട് ഹാപ്പി. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഈ പേഴ്സൺ ഹാപ്പി ആണെന്നും, ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾ ഓക്കെ ആണെന്നും. ബട്ട് ദ റിയാലിറ്റി വാസ് ബോത്ത് ആർ നോട്ട് ഹാപ്പി. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കുറച്ചധികമായിട്ട് ഏറ്റവും കൂടുതൽ എനർജി എടുത്ത് ഇതിനു വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണ്. അത് ഡാം ഷുവർ ആണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ വ്യക്തിയുടെ വീട്ടുകാരാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് നോ പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് എ ജനറൽ റീഡിങ്, അതുകൂടി മനസ്സിലാക്കുക. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ, അത് ജാതകത്തിന്റെ പേരിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിറ്റുവേഷൻ വളരെയധികം ഒരു ശാന്തതയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ ഒരു കാരണവശാലും കാണാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ്, പല രീതിയിലുള്ള എതിർപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പലവരുടെയും അഭിപ്രായങ്ങൾ അനുസരിക്കേണ്ട അവസ്ഥ, പലവരും പറയുന്നത് അതേപടി അനുസരിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഊമയാണ്, ഒരു ഊമേനെ പോലെ ഇരിക്കുകയാണ്. കാരണം സംസാരിക്കാണ്ട്, നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് ഒരു കാര്യവും പറയാണ്ട്, ഒരു പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ദേഷ്യത്തോടെ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ദേഷ്യം കയറി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും നിങ്ങളെ ചീത്ത വിളിക്കുന്നതായിട്ടും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നത് അത്രയും പോസിറ്റീവായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും അത് കൈകാര്യം ചെയ്യാൻ പറ്റും, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നത്. ബട്ട് സ്റ്റിൽ ഇവിടെ അവിടെയും തടസ്സങ്ങൾ വന്ന് സൃഷ്ടിക്കുന്നുണ്ട്
എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, പലതരത്തിലുള്ള സിറ്റുവേഷൻസും ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും വാദിച്ച് ജയിക്കാൻ പറ്റാത്ത തടസ്സങ്ങളായിരിക്കണം. ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഈ പേഴ്സന്റെ മനസ്സിൽ മറ്റാരും ഇല്ല. പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും നിങ്ങളെ പറിച്ചെടുത്തു മാറ്റി വേറെ ആളെ പ്രതിഷ്ഠിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ നോക്കുന്നുണ്ട്. അതേതായാലും ഉറപ്പാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ആ ഒരു ആങ്സൈറ്റിയും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളായിട്ട് ഒന്നിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിന്റെ അവസ്ഥ ഭാവിയിൽ എന്തായി മാറും, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകോ, അല്ലെങ്കിൽ സ്നേഹിച്ചത് വെറുതെ ആകോ, ആശിച്ചത് വെറുതെ ആകോ, സ്വപ്നം കണ്ടത് വെറുതെ ആകോ, ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥമായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ജീവിതമോ നിങ്ങൾക്ക് ഇതുവരെയും സ്റ്റാർട്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഈ വ്യക്തിക്ക് വളരെയധികം മനസ്സിന് വേദനയുണ്ട്, ദുഃഖമുണ്ട്, ദേഷ്യമുണ്ട്, കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് ഈ പേഴ്സൺ. ബിക്കോസ് ഒരു ഭയങ്കരമായിട്ട് ഒരു മര്യാദക്ക് സമാധാനത്തോടു കൂടി സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ വേറെ ആൾക്കാരുടെ സാന്നിധ്യം നമുക്കിവിടെ നല്ല രീതിയിൽ എന്താ പറയാ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വേറെ കുറെ കാര്യങ്ങൾ കുത്തിക്കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. വേറെ പലരുമായിട്ട് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ വേറെ റിലേഷനിലേക്ക് പോകാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീട്ടുകാര് ഈ പേഴ്സണിലൂടെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ യാതൊരു തരത്തിലും അത് പിടിവിട്ട് കൊടുക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യോദ്ധാവിന്റെ എനർജിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഒരു മുറിയിൽ തന്നെ വാതിലടച്ച് വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാണ്ട് ഇവരുടെയൊക്കെ ശല്യമായിട്ട് ഈ വ്യക്തി മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നുണ്ടാകാം. ഉപദേശിക്കാൻ വരുന്നവരെയൊക്കെ ചീത്ത വിളിച്ച് ഓടിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരെ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത്? യെസ്, വി നോ വി ക്യാൻ വർക്ക് തിങ്സ് ഔട്ട് ടുഗെദർ. ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ എന്ത് കാര്യവും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളുമായി. യു കോംപ്ലിമെന്റ് മീ. അതായത് ഈ പേഴ്സൺ എന്ത് ചെയ്താലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അഭിപ്രായം പറയുകയും നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതൊക്കെ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ കാര്യത്തിൽ. യെസ്, നിങ്ങളുടെ കൈകളിൽ ഈ പേഴ്സൺ വളരെയധികം സുരക്ഷിതനാണ് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഓഫ് യു ഓൾ ഡേ ലോങ്. ഓക്കെ, എല്ലാ ദിവസവും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. നോ മാറ്റർ ഹൗ അതേഴ്സ് സീ മീ യു മേക്ക് മീ ഫീൽ സ്പെഷ്യൽ. മറ്റുള്ളവർ ഈ പേഴ്സൺ എങ്ങനെ കാണുന്നു, ഏത് രീതിയിൽ കാണുന്നു, എന്ത് പറയുന്നു, അതൊന്നും ഈ വ്യക്തിക്ക് അതൊരു വിഷയമേ അല്ല. കാരണം നിങ്ങളാണ് ഈ വ്യക്തിക്ക് സ്പെഷ്യൽ. യു കംപ്ലീറ്റ് മീ. അപ്പോൾ നിങ്ങളാണ് ഈ പേഴ്സണെ പരിപൂർണമാക്കുന്നത് എന്നുള്ളതാണ്. പൂർണ്ണമാക്കുന്നത്. കാരണം നിങ്ങളും കൂടി വരുമ്പോഴാണ് ഈ പേഴ്സൺ കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രമേൽ നിങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.